ARM സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 75 കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിലാണെങ്കിൽ ഏകദേശം 46 കോടിയോളം രൂപ സിനിമയ്ക്ക് ഇതുവരെ കളക്ഷനുണ്ട്. കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞാൽ സിനിമ 80 കോടി ക്ലബിലും ഇടം നേടും. രാം ചരൺ ശങ്കർ ചിത്രമായ ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമ ഡിസംബർ 20-നാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ശങ്കറിൻ്റെ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ ഒരു രീതിയിലേക്കൊന്നും ഈ ഒരു സിനിമ എത്തില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് കാർത്തിക് സുബ്രാജാണ്. കാർത്തിക് സുബ്രാജ് ഒരുക്കുന്ന സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവും. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബോയ്ഗൻവില്ല എന്ന സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഇപ്പോൾ സോണി മ്യൂസിക് സ്വന്തമാക്കിയിരിക്കുകയാണ്. സുഷിൻ ശ്യാമാണ് സിനിമയ്ക്കായിട്ട് മ്യൂസിക് ഒരുക്കുന്നത്. ഒക്ടോബറിൽ പൂജ റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ജിതിൻ കെ ജോസാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്നാൽ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നു. അതുപോലെ വിനായകനാണ് ഈ ഒരു സിനിമയിൽ നായകനാവുന്നത്. പവൻ കല്യാണിൻ്റെ ഹരഹര വീരമല്ലു പാർട്ട് 1 എന്ന സിനിമ അടുത്ത വർഷം മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തും. ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമാണ്. AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സൽമാൻ ഖാൻ ചിത്രമായ സിക്കിന്ദർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കായിട്ട് കിടിലൻ വർക്കൗട്ടിലാണ് സൽമാൻ ഖാൻ ഉള്ളത്. എന്തായാലും സല്ലൂഭായിൻ്റെ ഒരു ഗംഭീര സിനിമയായിട്ട് മാറട്ടെ സിക്കിന്ദർ എന്ന് പ്രതീക്ഷിക്കാം. പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങുമെന്നാണ് പറയുന്നത്. എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ബാക്കിയുള്ള ചിത്രീകരണത്തിലേക്കാണ് പൃഥ്വിരാജ് നിലവിൽ കടക്കാം. എന്തായാലും വിലായത്ത് ബുദ്ധ എന്ന സിനിമ തന്നെയാണ് പൃഥ്വിരാജിൻ്റെ അടുത്ത റിലീസും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.